ഇന്ത്യൻ വിനോദസഞ്ചാര ഭൂപടത്തിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന സ്ഥിരം കാഴ്ചകളിൽ നിന്ന് വിദേശ സഞ്ചാരികളുടെ താൽപ്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. താജ്മഹലും രാജസ്ഥാനിലെ കൊട്ടാരങ്ങളും വാരണാസിയിലെ ഘാട്ടുകളും മാത്രം തേടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനവും പ്രകൃതിയും സംസ്കാരവും ഇഴചേർന്ന ഇടങ്ങളിലേക്ക് ലോകം ശ്രദ്ധ തിരിക്കുന്നു. ഈ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരമാണ്. അടുത്തിടെ പുറത്തു വന്ന ആഗോള യാത്രാ റിപ്പോർട്ടുകൾ പ്രകാരം വിദേശ സഞ്ചാരികളുടെ ബുക്കിങ്ങിൽ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളർച്ച കൈവരിക്കുന്ന നഗരമായി തിരുവനന്തപുരം മാറിയിരിക്കുന്നു. കേവലം ഒരു വർഷത്തിനുള്ളിൽ വിദേശികളുടെ താൽപ്പര്യത്തിലും മുൻഗണനയിലും 11 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ഈ നഗരം ശ്രദ്ധാകേന്ദ്രമാകുന്നത്. എന്തുകൊണ്ടാണ് ആഗോള സഞ്ചാരികൾ ഇന്ത്യയിലെ മറ്റ് വൻ നഗരങ്ങളെ മറികടന്ന് തിരുവനന്തപുരത്തെ തങ്ങളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി തിരഞ്ഞെടുക്കുന്നത് എന്നത് ഗൗരവകരമായ ഒരു വിശകലനം അർഹിക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ ഈ കുതിച്ചുചാട്ടം പെട്ടെന്നുണ്ടായ ഒന്നല്ല, മറിച്ച് അതിൻ്റെ സമ്പന്നമായ പൈതൃകവും പ്രകൃതി ഭംഗിയും ആധുനിക സൗകര്യങ്ങളും ഒത്തുചേർന്നതിൻ്റെ ഫലമാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമായി നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയും അവിടുത്തെ നിഗൂഢതകളും ആചാരങ്ങളും വിദേശ സഞ്ചാരികളെ വല്ലാതെ ആകർഷിക്കുന്നു. ദ്രാവിഡ ശൈലിയും കേരളീയ വാസ്തുവിദ്യയും സമ്മേളിക്കുന്ന ഈ മഹാക്ഷേത്രം ഒരു ആത്മീയ കേന്ദ്രം എന്നതിനേക്കാൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൈതൃക അത്ഭുതമായാണ് വിദേശികൾ കാണുന്നത്. ചരിത്രത്തോടുള്ള ആദരവും പാരമ്പര്യങ്ങളുടെ സംരക്ഷണവും ഇന്നും കാത്തുസൂക്ഷിക്കുന്ന ഒരു നഗരം എന്ന നിലയിൽ തിരുവനന്തപുരം സഞ്ചാരികൾക്ക് നൽകുന്ന വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. വിനോദസഞ്ചാരം എന്നത് കാഴ്ചകൾ കാണുന്നതിൽ നിന്ന് മാറി വെൽനസ് അഥവാ ആരോഗ്യ പരിപാലനത്തിലേക്ക് വഴിമാറുന്ന കാലമാണിത്. ഇവിടെയാണ് തിരുവനന്തപുരത്തിൻ്റെ ആയുർവേദ പാരമ്പര്യം പ്രസക്തമാകുന്നത്. പ്രകൃതിദത്തമായ മരുന്നുകളും ചികിത്സാ രീതികളും തേടി യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും തിരുവനന്തപുരത്തിൻ്റെ ആയുർവേദ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. നഗരത്തിരക്കുകളിൽ നിന്നും മാറി ശാന്തമായ അന്തരീക്ഷത്തിൽ മനസ്സും ശരീരവും നവീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരുവനന്തപുരം മികച്ചൊരു കേന്ദ്രമാണ്. ആയുർവേദ റിസോർട്ടുകൾ നൽകുന്ന സേവനങ്ങളും ഇവിടുത്തെ പ്രകൃതിയും തമ്മിലുള്ള ഇഴചേരൽ ഒരു സ്ലോ ട്രാവൽ അനുഭവം തേടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമാണ്. ശാരീരികമായ സുഖം മാത്രമല്ല, ആത്മീയമായ ഉണർവ് കൂടി ലക്ഷ്യമിടുന്ന ഈ സഞ്ചാരികൾ തിരുവനന്തപുരത്തെ ഒരു ഹീലിംഗ് ഹബ്ബായാണ് കണക്കാക്കുന്നത്. കടലും കായലും മലനിരകളും ഒരേപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഭൂപ്രകൃതി തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കോവളത്തെ അന്താരാഷ്ട്ര പ്രശസ്തമായ കടൽ തീരങ്ങളും വർക്കലയിലെ ക്ലിഫ് തീരങ്ങളും വിദേശികൾക്ക് ഇന്ത്യയിലെ മറ്റു ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവം നൽകുന്നു. കോവളത്തെ തിരമാലകളിൽ സർഫിംഗ് നടത്താനും സന്ധ്യാനേരത്തെ ശാന്തത ആസ്വദിക്കാനും അവർ താൽപ്പര്യപ്പെടുന്നു. ഇതിനൊപ്പം തന്നെ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന അഗസ്ത്യാർകൂടം പോലെയുള്ള വനമേഖലകളും നെയ്യാർ ഡാമും പ്രകൃതി സ്നേഹികൾക്ക് വലിയൊരു സാധ്യതയാണ് തുറന്നു നൽകുന്നത്. വന്യതയും ആധുനിക നഗര സൗകര്യങ്ങളും തമ്മിലുള്ള കുറഞ്ഞ ദൂരം തിരുവനന്തപുരത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഒരേ ദിവസം രാവിലെ കടൽ തീരത്തിരിക്കാനും ഉച്ചയ്ക്ക് മല കയറാനും വൈകുന്നേരം ചരിത്ര മ്യൂസിയങ്ങൾ സന്ദർശിക്കാനും കഴിയുന്ന അപൂർവം നഗരങ്ങളിൽ ഒന്നാണിത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും കണക്ടിവിറ്റിയിലും ഉണ്ടായ പുരോഗതി തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. വികസിതമായിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളവും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വരവുമെല്ലാം നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുകയാണ്. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുക എന്നത് എളുപ്പമായി മാറി. കൂടാതെ IT മേഖലയിലെ കുതിച്ചുചാട്ടവും ടെക്നോ പാർക്കിൻ്റെ സാന്നിധ്യവും നഗരത്തിന് ഒരു കോസ്മോപൊളിറ്റൻ സ്വഭാവം നൽകിയിട്ടുണ്ട്. ഇത് വിദേശികൾക്ക് ഇവിടെ എത്തുമ്പോൾ സുരക്ഷിതത്വ ബോധവും മികച്ച സേവനങ്ങളും ഉറപ്പാക്കുന്നു. മറ്റിന്ത്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് ജനസാന്ദ്രത കുറവാണെന്നതും വൃത്തിയുള്ള പാതകളും ശാന്തമായ ട്രാഫിക്കും തിരുവനന്തപുരത്തെ കൂടുതൽ വിദേശി സൗഹൃദമാക്കുന്നു. സഞ്ചാര പ്രവണതകളിൽ മാറ്റം വരുന്നത് കേവലം തിരുവനന്തപുരത്ത് മാത്രമല്ലെന്ന് ഇതേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യക്കകത്തെ സഞ്ചാരികൾ ഇൻഡോർ പോലെയുള്ള നഗരങ്ങളിലേക്ക് കൂടുതൽ താൽപ്പര്യം കാണിക്കുമ്പോൾ ഇന്ത്യക്കാർ വിദേശയാത്രയ്ക്കായി അൽമാട്ടി, അതായത് കസാക്കിസ്ഥാനിലെ പോലെയുള്ള പുതിയ ഇടങ്ങൾ കണ്ടെത്തുന്നു. ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ സഞ്ചാരികൾ ലേബലുകളേക്കാൾ കൂടുതൽ അനുഭവങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്നാണ്. തനതായ സംസ്കാരവും കൃത്രിമമില്ലാത്ത ആതിഥ്യ മര്യാദയും തേടിയുള്ള ഈ യാത്രയിലാണ് തിരുവനന്തപുരം ഒന്നാമതെത്തുന്നത്. കേരളത്തിൻ്റെ തനതായ ഭക്ഷണ രീതികളും കലാരൂപങ്ങളും വിദേശികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കഥകളിയും മോഹിനിയാട്ടവും കളരിപ്പയറ്റും നേരിട്ട് കാണാനും പഠിക്കാനും എത്തുന്ന വിദേശികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് തിരുവനന്തപുരത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നു. തിരുവനന്തപുരത്തിൻ്റെ ഈ വളർച്ച കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്.
എന്നാൽ ഈ താല്പര്യം നിലനിർത്തണമെങ്കിൽ ഉത്തരവാദിത്ത വിനോദസഞ്ചാരത്തിന്, അതായത് റെസ്പോൺസിബിൾ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. പ്രകൃതിയെ നോവിക്കാതെയും പ്രാദേശിക സംസ്കാരത്തെ മാനിച്ചുകൊണ്ടുമുള്ള വികസനമാണ് സഞ്ചാരികൾ ആഗ്രഹിക്കുന്നത്. അമിതമായ വാണിജ്യവൽക്കരണം ഇവിടുത്തെ ശാന്തതയെ തകർക്കാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ഒരു പ്രീമിയം ഡെസ്റ്റിനേഷൻ എന്ന നിലയിലേക്ക് തിരുവനന്തപുരം ഉയരുമ്പോൾ അത് സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്. പൈതൃകവും പ്രകൃതിയും ഒരുപോലെ കൈകോർക്കുന്ന ഈ നഗരം വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദേശ സഞ്ചാര കേന്ദ്രമായി മാറുമെന്നതിൽ സംശയമില്ല. തിരുവനന്തപുരത്തിൻ്റെ ഈ വിജയഗാഥ മറ്റു നഗരങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ്. ഒരു നഗരത്തിന് അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ തന്നെ എങ്ങനെ ലോകശ്രദ്ധ പിടിച്ചുപറ്റാം എന്നതിന് തിരുവനന്തപുരം ഒരു ഉദാഹരണമാകുന്നു. കേവലം കെട്ടിടങ്ങളോ കാഴ്ചകളോ മാത്രമല്ല, ഒരു നഗരം നൽകുന്ന മൊത്തത്തിലുള്ള ജീവിതശൈലിയും അന്തരീക്ഷവുമാണ് സഞ്ചാരികളെ സ്വാധീനിക്കുന്നത്. തിരുവനന്തപുരം നൽകുന്ന ആ ശാന്തതയും സംസ്കാരവും അവർക്ക് മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് ഈ കുതിപ്പിന് പിന്നിലെ രഹസ്യം. ഈ നേട്ടം കൂടുതൽ വിപുലമാക്കാനും കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ ലോകമെമ്പാടും എത്തിക്കാനായും നമുക്ക് സാധിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.